ഇന്ന് ADGP MR അജിത് കുമാറിന് നിർണായകമാണ്. ഈ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി ഇനി നിർണായകമാണ്. അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ഉടൻ കൈമാറിയേക്കും. ഈ സ്ഥാനക്കയറ്റത്തിനായി ഈ മാസം 20-ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ഒരു റിപ്പോർട്ട് നമുക്കറിയാം, അത് DGP തള്ളിയിരുന്നു. അതിനുശേഷം ചില അവ്യക്തതകൾ ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ അവ്യക്തതയൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ തലവൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നടപടി ഉറപ്പ് അല്ലേ? അശ്വിനി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് MR അജിത് കുമാർ, ADGP MR അജിത് കുമാറിനെതിരായ ഒരു റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം ഇന്നലെ അടിയന്തരമായാണ്, അതായത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് SIT ഈ ക്രൈമിന്മേൽ, അതായത് കുറ്റക്കാരൻ MR അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 23-നായിരുന്നു ആദ്യ റിപ്പോർട്ട് നൽകിയത്. ആദ്യ റിപ്പോർട്ടിന് ശേഷം ആ റിപ്പോർട്ട് മടക്കി അയച്ചു. അതിനുശേഷം അതിവേഗത്തിൽ തന്നെയാണ് വീണ്ടും ഒരു അന്വേഷണം, അതിൽ വ്യക്തത തേടിയ റിപ്പോർട്ട് അതിവേഗത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് DGPക്ക് SIT സംഘം സമർപ്പിച്ചത്. SP ഷൗക്കത്തിൽ തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആദ്യ റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ പേര് പ്രതിപാദിച്ചിട്ടില്ല. ഇതിൽ കാരണക്കാരൻ MR അജിത് കുമാറാണ്, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ഇടപെട്ടു എന്ന് ആദ്യ റിപ്പോർട്ടിൽ പരാമർശിച്ചില്ല. എന്നാൽ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇതിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുവെങ്കിലും അന്നത്തെ ADGP എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ അന്നത്തെ ADGP MR അജിത് കുമാറിന് എല്ലാവർക്കും പറയാം. പക്ഷെ ആ റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ പേര് പ്രതിപാദിക്കാത്തതുകൊണ്ട് അതിൽ വ്യക്തത പോരാ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGP ആ റിപ്പോർട്ട് മടക്കി അയച്ചത്. വീണ്ടും പുനരന്വേഷണം നടത്തി, അല്ലെങ്കിൽ ഒരു പുതിയ റിപ്പോർട്ടാണ് SP ഷൗക്കത്ത് അലി DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി MR അജിത് കുമാറിന്റെ പേര് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഇടപെടൽ MR അജിത് കുമാർ നടത്തിയിട്ടുണ്ട്. അതായത് കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്ന് പേര് പ്രതിപാദിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്കുമേൽ അജിത് കുമാറിന്റെ പേര് പരാമർശിച്ചിട്ടുള്ള അതിനെ പ്രതികൂട്ടിലാക്കുന്ന റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അജിത് കുമാറിനോട് വിശദീകരണം തേടി DGP. വിശദീകരണം തേടി അജിത് കുമാറിന്റെ മറുപടി കൂടി കേട്ട ശേഷം അതുകൂടി ചേർത്താകും ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് കൈമാറുക. ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം ഇത് ആഭ്യന്തര മന്ത്രിക്ക് എത്തുന്നു. അതിനുശേഷം ആഭ്യന്തര മന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നടക്കം ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ ഈ മാസം 20-നാണ് DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നതിന് ഇനി ആകെ 3 ദിവസം മാത്രമാണ് ബാക്കി. ഈ ദിവസത്തിന് മുമ്പ് ആഭ്യന്തര സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ റിപ്പോർട്ട് എത്തണം. എന്നാൽ മാത്രമേ DGP സ്ഥാനക്കയറ്റത്തിനുള്ള ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെ. പക്ഷേ ആ റിപ്പോർട്ട് വൈകിയാൽ, അതായത് 20-ന് ശേഷം കിട്ടിയാൽ പോലും ഒരുപക്ഷെ സ്ഥാനക്കയറ്റ ശുപാർശയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പുനർവിചാരണ അല്ലെങ്കിൽ പുനർചിന്തയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ മാസം 31-നാണ് അഗ്നിശമന സുരക്ഷാ മേധാവിയായിരിക്കുന്ന നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. അദ്ദേഹം വിരമിക്കുമ്പോഴാണ് DGP പദവിയിൽ ഒഴിവ് വരികയും അവിടെ ADGP MR അജിത് കുമാറിന് ശുപാർശ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്ന ആ കുറ്റത്തിൽ അല്ലെങ്കിൽ ആ കുറ്റാരോപണത്തിൽ, ആ കേസിൽ സർക്കാർ എന്ത് നടപടി അല്ലെങ്കിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നത് ഏറ്റവും നിർണായകം തന്നെയാണ്. DGP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ തന്നെയാകും ഈ അവസരത്തിൽ നിർണായകമാകുന്നത്.